ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു അവയർനെസ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് മോചനം തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ അറ്റാച്ച്മെൻറ്റ് ലീഡ് ടു സഫറിങ്. ഇത് ബുദ്ധൻ്റെ ഒരു കോട്ടിനെ ആസ്പദമാക്കിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ദുഃഖത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അറ്റാച്ച്മെൻറ്റ്. അത് വ്യക്തികളോടുള്ളതാകാം, വസ്തുക്കളോടുള്ളതാകാം, ഐഡിയാസ് ആവാം. എന്താണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, ഇതൊന്നും പെർമനൻ്റ് അല്ല. അപ്പം ഇത് മുറുകെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അത് നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ അത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ദുഃഖം വരും. അതാണ്. അപ്പം നമ്മൾ റിയാലിറ്റി, സത്യം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നും ഈ ഭൂമുഖത്ത് ഒന്നും പെർമനൻ്റ് അല്ല. ഉള്ള സമയത്ത് നമ്മൾ സന്തോഷിക്കുക, അതില്ലാത്തപ്പോൾ അതങ്ങനെയാണ് എന്ന ഉള്ള ഒരു അവയർനെസ്സാണ് ഈ വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക ടിൽ ദ എൻഡ്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ദുഃഖത്തിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് അറ്റാച്ച്മെൻ്റാണ്. സഫറിങ്, നമുക്ക് സഫറിങ് വരുന്ന അല്ലെങ്കിൽ ദുഃഖം വരുന്നത് ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ നമ്മളിലുള്ള വസ്തുക്കളോ വ്യക്തികളോ ഏതെങ്കിലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് പാടില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഒന്നും പെർമനൻ്റ് അല്ല. ആ സത്യം നമുക്ക് അറിഞ്ഞിടാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്. അത് പെർമനൻ്റായിട്ട് ഈ ഭൂമുഖത്ത് ഒന്നുമില്ല. വസ്തുക്കളായിരുന്നാലും ഒരു വ്യക്തി നമ്മുടെ ചിലപ്പോൾ അടുത്ത ഫ്രണ്ടായിരിക്കും, അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവരുടെ ഇത് മാറ്റങ്ങൾ വരാം. അപ്പോൾ അത് അതിൽ നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പോൾ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ നിരാശപ്പെടില്ല. അത് ഒരു യൂണിവേഴ്സൽ ഒരു സത്യമാണ്. ആ സത്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിരാശകൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് മൈൻഡിനെ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പേഴ്സണ് അധിക ധനമുണ്ട്. വെൽത്തി മാന് അദ്ദേഹത്തിൻ്റെ പേടി എന്തായിരിക്കും? ദ ഫിയർ ഓഫ് ലൂസിങ് ഇറ്റ്. പണം എൻ്റെ നഷ്ടപ്പെടും. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെയാണ്. പണം ഒരു കാലത്തുണ്ടായി, അത് പിന്നെ അത് ഇസ് എ റോളിംഗ് ആണ്. അത് പെർമനൻ്റായിട്ട് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. അതങ്ങനെയാണ്. ഒരു കാലത്ത് നമുക്കില്ലായിരുന്നു, ഇപ്പം നമുക്കുണ്ട്. മേ ബി നെക്സ്റ്റ് ഡേയിൽ അത് മറ്റേ ആരുടെയെങ്കിലും കയ്യിലോട്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവയർനെസ്, അങ്ങനെ ഒരു അവബോധത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നിരാശകൾ വരില്ല. അപ്പോൾ ഈ ബുദ്ധിസത്തിൽ ഈ പ്രൊമോട്ട് വിത്തൗട്ട് ലവ് ഓർ ഇമോഷൻ, അപ്പോൾ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും ഇമോഷൻ അത് അങ്ങനെ ജീവിക്കാം. പക്ഷേ ഇത് ഇല്ലാതാവുമ്പോൾ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അതാണ് ആ ഒരു മെസ്സേജ് കൂടെ പറയുന്നത്. നമുക്ക് ഈ ലവ് ആയിരുന്നാലും മറ്റുള്ള എന്ത് നമുക്ക് സന്തോഷം തരുന്ന അവസ്ഥകളായിരുന്നാലും അത് പെർമനൻ്റ് അല്ല, അതൊന്നും സ്ഥിരമായിട്ടൊന്നും നിലനിൽക്കില്ല എന്ന ഒരു അവബോധത്തോടു കൂടി നമ്മൾ ജീവിക്കണമെന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. അപ്പം ഒന്നിനോടും ക്ലിഞ്ച് ചെയ്ത് മുറുകെ പിടിച്ച് ജീവിക്കരുത്. അത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഇതല്ല, ആ സന്തോഷമല്ല വസ്തുവായിരുന്നാലും. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഈ അറ്റാച്ച്മെൻറ്റ് ലീഡ്സ് ടു സഫറിങ് എന്ന ഇതിൽ കൂടെ ബുദ്ധൻ കൺവേ ചെയ്യുന്ന മെസ്സേജ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത നല്ല ഒരു
ഒരു വിജ്ഞാനപ്രദമായ, നിങ്ങൾക്ക് വളരെ ഒരു അവയർനെസ് തരുന്ന ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.